ഞാൻ വിട്ടിട്ടുണ്ട്, നേരത്തെ വിട്ടിട്ടുണ്ട്. അധ്യാപകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചെയ്യില്ല. GST അടച്ചു എന്നുള്ള കാരണം പറഞ്ഞ് എന്നെ പുറത്തുനിന്ന് മാറ്റിയിട്ടുണ്ടായി. അവസാന നിമിഷം വരെ നമ്മളുണ്ടായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നമ്മളെ മാറ്റിയ സിനിമകളൊക്കെ ഉണ്ട്. നമ്മളെ വെച്ചിട്ട് അവസാനം മാറ്റിയ സിനിമകൾ, അതിൻ്റെ ഒരു പെയിൻ ഒന്ന് കുറച്ചേരം അതിഷ്ടം പോലെ കണ്ണൂസ് കൊണ്ട് എഴുത്തിൻ്റെ സമയത്ത് എന്തുമാത്രം ലോജിക്കില്ലാത്ത കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയാം. ഭ്രാന്തുള്ളവരെങ്ങനെ പറയുന്നത്? ഭ്രാന്തുണ്ടെന്ന് പറയാറുണ്ടോ? എനിക്ക് ഭ്രാന്താണെന്ന് പറയാറില്ലല്ലോ. ഫുൾ ഫ്ലഡ്ജിൽ ഇർഷാദ് എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ടുവന്ന ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്രസൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഡയറക്ടർ, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ലൈക്ക് ആക്ടിങ് അല്ലെങ്കിൽ അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഡയറക്ടർ ആരാണ്? വരാനിരിക്കുന്നുള്ള അയാള് എന്റെ ഇത്ര കഴിഞ്ഞേ അത് പറ്റില്ല, സിമ്പിൾ ആയിട്ട് എസ്കേപ്പ് ആയി. എസ്കേപ്പ് അല്ലത്, ഒരാളുണ്ട്, അയാള് വരാനിരിക്കുന്നു, അയാളെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ഒരാളെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ട് ഏറ്റവും വലിയ ബ്രേക്ക് കിട്ടിയത് ആനന്ദ് എന്നുള്ള സിനിമയാണ്. അപ്പം എന്നെ വെച്ചിട്ട് ഇത്രയും വലിയൊരു ഹ്യൂമർ പരിപാടി വർക്കൗട്ട് ചെയ്തെടുക്കാമെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഗണേഷ് രാജിനാണ്. അപ്പോൾ ഞാൻ കാരണം ബ്രേക്ക് ഇപ്പോൾ നമ്മൾ അത്രയും കാലം കിട്ടാത്തൊരു ബ്രേക്ക് ഇപ്പോൾ ഒരു കണ്ണൂർ സ്കോഡ് വരുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഗണേഷിൻ്റെ അടുത്ത് കടപ്പെട്ടവരാണ്. ഗണേഷിൻ്റെ അടുത്ത് മുകളിൽ തന്നെ ഒരുപാട് സംവിധായകരുണ്ട്, അത് ഇന്നാണെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാണ് ഉത്തരം. ഇവിടെ അതേ ഉള്ളൂ, അങ്ങനെ ഒരാൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരാൾ വരാനിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ പൂർണ്ണത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് എന്നെ ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് പേരുകൾ പറയാനുണ്ടാവും നമുക്ക് ഇൻഡസ്ട്രിയിൽ. പക്ഷേ അങ്ങനൊരു ഫുൾ ഫ്ലഡ്ജിൽ ഇർഷാദ് എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ടുവന്ന ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ വരുമായിരിക്കും. ഞാൻ ബെറ്റർ ആവുമായിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് അടുപ്പം നിൽക്കുന്ന പടം ഞാൻ ഏറ്റവും കൊതിയോടെ ചെയ്ത ഒരു വേഷമാണ് ഇതിലെ ശങ്കരൻ എന്ന് പറയുന്നത്. ഇതിനെ തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാടമൊന്നൊരു വിലാപത്തിനെയോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ശ്രദ്ധയ്ക്കോ അല്ലെങ്കിൽ പുള്ളിപ്പുലികളോ മാറ്റിക്കുട്ടിയോ ദൃശ്യത്തെയോ തണ്ണീർമത്തത്തിനെയോ അനുരാഗരിക്കുമ്പോഴത്തെയോ ഒന്നും തള്ളി പറഞ്ഞിട്ടല്ല പറയുന്നത്. അതിനൊക്കെ ബെസ്റ്റ് വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതിലും ബെസ്റ്റ് ഉണ്ട്, അത് വരാനിരിക്കുന്നു. അടുത്തത്, നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ കേട്ട ഏറ്റവും ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയൊരു റൂമർ. ഞാൻ ഭയങ്കര സത്യസന്ധനാണെന്നൊക്കെ പലരും പറയാറുണ്ട്. എനിക്ക് പണ്ട് ജീവിക്കാറുണ്ട്. അതൊരു റൂമറാണോ? പിന്നെ എന്താ ഭയങ്കര കള്ളനായ കള്ളന്മാരെന്തായാലും ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് തോന്നുന്നു. ഞാൻ കള്ളനാണെന്ന്. ഭ്രാന്തുള്ളവർ അങ്ങനെ പറയാറുണ്ട്. ഭ്രാന്തുണ്ടെന്ന് പറയാറുണ്ടോ? ഭ്രാന്തുള്ളവര് എനിക്ക് ഭ്രാന്താണെന്ന് പറയാറില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ കള്ളന്മാര് കള്ളനാന്ന് പറയില്ല. അതെ, കണ്ടുപിടിച്ചാൽ മതി. അതെ. എന്താ റൂമർ? എനിക്ക് ഓർമ്മയില്ല, അങ്ങനൊന്നും നന്നായിട്ട് എൻ്റെ ഓർമ്മയില്ല, ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, അടുത്തത്. സിനിമയിൽ നിങ്ങൾ പറഞ്ഞ ഒട്ടും ലോജിക് ഇല്ലാത്ത ഡയലോഗ് ഉണ്ടോ? ഉണ്ടോ? മാക്സിമം തർക്കിച്ചിട്ടെങ്കിലും ഇത് ലോജിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ എവിടുന്നേലും കണ്ടുപിടിച്ച് ഇത് ലോജിക്കുള്ളതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതല്ലാതെ ഒട്ടും ലോജിക്കില്ലാത്ത ഡയലോഗ്സ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇല്ല എന്നല്ല, ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും, നോക്കിയിട്ട് പറഞ്ഞാൽ അത് തിരുത്താൻ പറ്റും. ഏതെങ്കിലും സിനിമയിലല്ല നിങ്ങളുടെ അല്ലാതെ ഡയലോഗ് ഇതുപോലെ കേട്ടിട്ട് ഇതൊരു ലോജിക്കില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതിഷ്ടം പോലെ കണ്ണൂസ് കൊണ്ട് എഴുത്തിന്റെ സമയത്ത് എന്തുമാത്രം ലോജിക്കില്ലാത്ത കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേപോലെ ലോജിക്കില്ലാത്ത ഡയലോഗ്സ്? അതങ്ങനെ എനിക്ക് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയാം. ഓക്കെ, അടുത്തത്. ഓക്കെ, ജീവിതകാലം മുഴുവനും ഒരു സിനിമ കാണാനേ പറ്റൂ, അത് ഏത് സിനിമയായിരിക്കും? എന്താ ഉദ്ദേശിക്കുന്നത്? ജീവിതകാലം മുഴുവനും ഇനി വേറൊരു സിനിമ, ഒറ്റ സിനിമ ഇനി ജീവിതകാലം മൊത്തം എപ്പോൾ സിനിമ കാണാൻ തോന്നിയാലും കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര തവണ കണ്ടാലും റിപ്പീറ്റ് ചെയ്താലും മടുക്കാത്ത ഒരു സിനിമ ഏതായിരിക്കും? ഒരെണ്ണല്ല, മൾട്ടിപ്പിൾ ആയിട്ട് വേണമെങ്കിൽ ആ ഒരു സിനിമ അങ്ങനെ പറയാം, കുഴപ്പമില്ല. ജീവിതകാലം മുഴുവൻ ഒരു സിനിമയെ കാണാൻ പറ്റുള്ളൂ, ആ ഒരു സിനിമ പറയണ്ടേ? അതെ. അത് എന്തൊരു പരീക്ഷണമായിരിക്കും. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ നമുക്കങ്ങനെ അങ്ങനെ പല ഭാഷകളിലാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, നമ്മുടെ മലയാളം തന്നെ ആയിക്കോട്ടെ. ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഇല്ല, മലയാളം ആയിക്കോട്ടെ.
പറയണ. എനിക്ക് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ മകൻ 1, സെക്കൻഡ് ന്യൂഡൽഹി, പിന്നെ ഏതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇത് 2 ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണല്ലോ എത്ര തവണ കണ്ടാലും മടുക്കൂല. അല്ല, ഇത് 2 മടുക്കില്ല. 2 എൻ്റെ ഓർമ്മ ഡെന്നിസ് ജോസഫ് സാർ എഴുതിയിരിക്കുന്നത്. ഒന്ന് തമ്പി കണ്ണന്താൻ സാർ, മറ്റേത് ജോഷി സാറ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഗോഡ് ഫാദർ 1, 2, 3. നേരത്തെ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ച പോലെ ഇത് വളരെ ക്ലിയർ ആണ്. എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത്. മറ്റേ തമിഴില് അപൂർവ സഹോദരങ്ങൾ. ഹിന്ദിയിൽ എനിക്ക് പെട്ടെന്ന് ഹിന്ദിയില് ലഗാൻ അതുപോലെ തന്നെ പിന്നെ ഉണ്ട്. പിന്നെ അമേരിക്കൻ്റെ ഒരു സിനിമ ഉണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ലഗാനുണ്ട്, സർഫ്രോഷ് ഉണ്ട്, പിന്നെ തമിഴിലെ തീരണാധികാരമുണ്ട്. അതൊക്കെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള വിഷൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാം കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു. അല്ല, ഇത് നമ്മൾ എത്ര കണ്ടാലും പല തവണ കാണുമ്പോൾ നമുക്ക് പല തോതിൽ നമുക്ക് ഇത് എൻ്റെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറിക്കൊണ്ടിരിക്കും. എല്ലാം അത്രയും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. നമ്മൾ അന്ന് കാണുമ്പോൾ തന്നെ അപൂർവ സഹോദരൻ നമ്മൾ 7-8 വയസ്സിൽ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ കുള്ളൻ നടക്കുന്നതെന്ന് വലിയൊരു വിസ്മയമായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെയാണ് കുറച്ചാളുമ്പോഴാണല്ലോ പുള്ളി പറയുന്നത് അങ്ങനെ ആ പുള്ളി നടക്കുന്ന ഏരിയ ഫുള്ള് കുഴിച്ചിട്ട് പുള്ളി അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അല്ലാണ്ട് നമ്മളിത് മുട്ടുമടക്കി എങ്ങനെ ഒരാൾക്ക്, കാരണം പുള്ളി ഇരിക്കുന്ന സമയത്തും ചില പോർഷനിൽ ഈ കാലാട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാലാട്ടുന്ന സാധനം ഒരാൾ മുട്ടുമടക്കി ഇരുന്നാൽ പോലും ഈ താഴെ എങ്ങനെ കറക്റ്റായിട്ട് നീടെ താഴെ എങ്ങനെ കാലാടും, എങ്ങനെ കാല് മടക്കി വെക്കും, ഈ പുള്ളി ഉയരമുള്ള ഒരാളല്ലേ. അപ്പം അങ്ങനെ പല പല ചിന്തകൾ അന്നും വരുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ പറയണമെന്ന് ആരുടെ ചോദിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഓക്കെ. എത്ര വലിയ പേയ്മെന്റ് കിട്ടിയാലും ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള റോള്? തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസങ്ങൾ, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ആദർശങ്ങളും ഒക്കെ ഉണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഒരുപാടൊന്നും ചെയ്തില്ല, പക്ഷെ നമുക്ക് ഒരു തരത്തിലും കണ്ടന്റുമായിട്ട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തോന്നുമ്പോൾ നമുക്കത് ഉപേക്ഷിക്കേണ്ടി വരും. എത്ര പൈസ ആണല്ലോ, എത്ര കുറവ് പൈസയോ കൂടുതൽ പൈസ ഒന്നുള്ളതല്ല, നമുക്ക് ആ പറയുന്ന കാര്യവുമായിട്ട് ലോജിക്കലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അത് പൈസ അല്ല അതിന്റെ മാനദണ്ഡം. ആ ക്യാരക്ടറുമായിട്ട് നമുക്ക് ഒരു തോതിലും നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല തോന്നിക്കഴിഞ്ഞാൽ എന്ത് കാര്യമല്ല. ചീത്തപ്പേര് കൂട്ടാന്നല്ലാതെ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. എവരി മൂവി ഈസ് എ പാർട്ട് ഓഫ് ദി ഹിസ്റ്ററി അല്ലേ. നമ്മൾ എത്ര കാലം കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും അടുത്ത് കാണില്ല എന്ന് ചോദിക്കില്ല. തനിക്ക് എന്തിനാണ് വേറെ പണിയില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? റെസ്പെക്ട് ഓഫ് ദ മണി ഈസ് ബീങ് ഗിവൺ ഓർ നോട്ട്. നമുക്ക് താല്പര്യമില്ലാത്ത ദിവസം ചെയ്യാതിരിക്കുക. ലാസ്റ്റ് വേണേ, എപ്പോ കണ്ടാലും ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ആ ഒരു കണ്ണീര് വരുന്ന സീൻ ഏതായിരിക്കും? കഥ പറയുമ്പോഴുള്ള മമ്മൂക്ക പറയുന്ന സംഭാഷണങ്ങൾ. ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകളുണ്ട്. ലാലേട്ടൻ്റെ അതുപോലെ തന്നെ ഞാനിപ്പോ സതയത്തിലെ പുള്ളി അഴികൾക്കിടയിൽ കൂടെ ഊർന്നിറങ്ങി പുള്ളി താഴെ പുള്ളിയുടെ ശിക്ഷ മാറ്റി വെച്ചു എന്ന് പറയുന്ന സീക്വൻസ് നമ്മുടെ ചിത്രത്തിലെ ഡയലോഗ് പോലും നമുക്ക് ഭയങ്കര ഒരുപാട് സീൻസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഇക്ക പറഞ്ഞില്ലായിരുന്നോ, അതായത് കുറെ മൂവീസ് അങ്ങനെ വേണ്ടാന്ന്, 1-2 മൂവീസ് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന്. ലൈക്ക് അങ്ങനത്തെ ഒരു ഫാക്ടർ അല്ലാണ്ട് തന്നെ വേറൊരു മൂവിയിൽ ഓൾറെഡി ഡേറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല ഏതെങ്കിലും കഥാപാത്രങ്ങൾ മിസ്സായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു മൂവിയുടെ ക്യാരക്ടർ വേണ്ടാന്ന് വെച്ചതിന് ശേഷം പിന്നീട് അതോർത്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അവസാന നിമിഷം വരെ നമ്മൾ ഉണ്ടായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നമ്മളെ മാറ്റിയ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയാൻ പാടില്ല. അല്ലാണ്ട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സിനിമ, ലൈക്ക് അതെനിക്ക് വന്നിട്ട് അത് എടുക്കാണ്ട് പോയിട്ട് പിന്നീട് അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് അങ്ങനെ റിഗ്രറ്റ് തോന്നിയ സിനിമകളുണ്ടോ? റിഗ്രറ്റ് അല്ല, ചെയ്യാൻ വരുന്നത് പിന്നെ തോന്നി, നമ്മൾ പിടിവാശി പിടിക്കണ്ടായിരുന്നു തോന്നി. ഇപ്പൊ എനിക്ക് പറഞ്ഞപ്പോൾ ഒരു സാധനം, ഇപ്പൊ പറഞ്ഞപ്പോൾ ഒരു സാധനം തോന്നി, നമ്മളെ വെച്ചിട്ട് അവസാനം മാറ്റിയ സിനിമകൾ അതിൻ്റെ ഒരു പെയിൻ ഒന്ന് കുറച്ചേരം കിടക്കും. ഞാനിപ്പോൾ അടുത്ത് GST അടച്ചു എന്നുള്ള കാരണം പറഞ്ഞ് എന്നെ പുറത്തുനിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ GST അടച്ചു. അപ്പോൾ GST അടച്ചത് പ്രൊഡ്യൂസറിന് വിഷമമായി. അങ്ങനെ പ്രൊഡ്യൂസർ നിങ്ങൾ എന്തെങ്കിലും GST അടച്ചു? ഞാൻ പറഞ്ഞു അല്ല അടയ്ക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. പറഞ്ഞു അത് ഞാൻ അടയ്ക്കില്ല എന്ന് വിചാരിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ അടയ്ക്കുമായിരിക്കും, പക്ഷേ അല്ല അത് ഞാൻ ആരാന്നറിയോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ഗീർവാണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ തിരിച്ചൊന്ന് ആലോചിച്ചു കൂടെ, ഞാനൊരു പക്ഷേ ചേട്ടൻ്റെ വിശ്വാസം കൊണ്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക്
കറക്റ്റ്, റോണിച്ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ ആ പടത്തിന് അവസാനം മാറി. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും തന്നെത്താൻ പൈസ കിട്ടുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാന്നിട്ട് മാത്രം, നമുക്ക് അതില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പീഡനം എന്നും ഉള്ളതാണ്, എൻ്റെ കൂടെ പുറപ്പാണത്. ഇപ്പം നമ്മുടെ അരികുന്ന സിനിമ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ? സിനിമ നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തിൽ, വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു സമൂഹം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ പറയുന്നത്. ഇന്ന് വരെ ഇതേ കണ്ടന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലൊരു സിനിമ ആദ്യമായിട്ടാണ് മലയാളത്തിൽ പറയുന്നത്. തമിഴിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകർ കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു വലിയ സ്റ്റാറുകളുടെ പിൻബലമൊന്നുമില്ല, ഞങ്ങളും ഒക്കെ തന്നെയുള്ളൂ. അതിൽ സെന്തിലുണ്ട് ക്യാരക്ടറായിട്ട്, ധന്യുണ്ട്, അങ്ങനെ കുറച്ച് പേരുള്ളൂ. അതുകൊണ്ട് റിക്വസ്റ്റാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സാധിച്ചാൽ നിങ്ങളത് കാണണം. കാരണം ഇതൊരു നല്ല സിനിമയാണ്, ഒരു ദുരൂഹതകളുമില്ലാതെ. പറയുന്ന വിഷയം കുറച്ച് ഗൗരവമുള്ളതാണെങ്കിലും വളരെ ലളിതമായിട്ടാണ് ഈ സിനിമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രേക്ഷകർക്കും കഴിയാവുന്ന തൊട്ടടുത്ത തിയേറ്ററുകളൊക്കെ വരുമ്പോൾ ഈ സിനിമ കാണണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.